നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശങ്ങളുമായി ഉടുമ്പൻചോല MLA MM മണി. ഭൂപതിവ് ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണെന്ന് കട്ടപ്പനയിലെ LDF പൊതുയോഗത്തിൽ MLA പറയുകയായിരുന്നു. ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർക്കെതിരെ LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കെ അതേ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വിമർശനം ഉന്നയിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം. 9-ലെ പരിപാടിയിൽ പ്രസംഗിക്കാൻ ആരും കാണരുത്, നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ, അവര് പാസാക്കിയതാ നിയമം. അത് ഒപ്പിടാത്ത നാറിയെ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുകയെന്നത് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടെന്നാണെന്ന് എന്റെ അഭിപ്രായം. ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ, അതോ നിങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വന്നതാണോ? ഇത് ശരിയല്ല. ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല, MM മണി പറഞ്ഞു. സമയമുണ്ട്, അന്ന് ഇടുക്കി ജില്ല പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കാമല്ലോ നമ്മൾക്ക്. ഏതായാലും പുനരാലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4-ാം തരത്തിലെ 5-ാം തരം പണി, ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എന്റെ അഭിപ്രായം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാരുണ്യം എന്ന വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ ജില്ലയിലെത്തുന്നത്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്കും കുടുംബത്തിനുമുള്ള ധനസഹായ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ധനസഹായ വിതരണം നടത്തും. അതേസമയം സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് വ്യക്തമാക്കി ഗവർണർ വന്നു. നയപ്രഖ്യാപനം അടക്കമുള്ള ഭരണഘടനാ ബാധ്യതകളെല്ലാം നിറവേറ്റുമെന്നും അതിലൊന്നും തർക്കമില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റൂട്ട് മാറ്റുന്നതും വിഷയമല്ല. എന്നാൽ ഈ നാടകം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ആകാംക്ഷ ഉയർന്നിരുന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ പ്രതികരണത്തോടെ സംശയങ്ങൾ നീങ്ങിയത്. പ്രസംഗം വായിക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ പറയുമ്പോഴും സർക്കാരിനെ വെട്ടിലാക്കാനുള്ള രാജ്ഭവൻ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഏറെയാണ്. നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതിരിക്കാം. നയപ്രഖ്യാപനത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കാനുമാകും. പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാധ്യതകൾ ഗവർണർ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.